Hello students, hope you are keeping well. Welcome to LTM. ഇന്ന് നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് തുടങ്ങാം. Now, third question. What lesson do we learn from such hazardous experience when we are face to face with death? The answer is hazardous experiences may bring us face to face with death, but they impart us many important lessons of conduct. Life is not always a bed of roses. We must react to dangers and risk with patience and fortitude. Adversity is the true test of character. The purity of gold is judged by putting it in the fire. The hazardous experience bring out the best in us. Coward persons die many times before their death. Fear is a negative feeling and leads to inactivity and abject surrender to circumstances. Such sailors or soldiers lose the battle against the odds in life. On the other hand, persons with self confidence, courage, resourcefulness, and presence of mind face all the dangers boldly and overcome all disasters. Their sharing and caring attitude inspires others to face the adverse circumstances boldly and tide over them. Now, question number 4. Why do you think people undertake such adventurous expeditions in spite of risk involved? എന്തിനാണ് ഇങ്ങനത്തെ കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള എക്സ്പെഡീഷൻസും കാര്യങ്ങളും ചിലർ മൗണ്ടൈനിയറിങ്ങിന് പോവും, ചിലർ ഇതേപോലെ സീ വോയേജസ് പോവും, ചിലർ ബൈ റോഡ് കുറേ ട്രാവൽ ചെയ്യും. എന്തിനാണ് ഇങ്ങനെ റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളത് അത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതാൻ പറ്റും. ഞാൻ ജസ്റ്റ് നമുക്ക് തോന്നുന്ന ആ ഒരു രീതിയിൽ എനിക്ക് കിട്ടിയ ആൻസേഴ്സ് ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുന്നതേ ഉള്ളൂ. അതിൻ്റെ ആൻസർ വേണേൽ ഇങ്ങനെ എഴുതാം. മാൻ is adventurous by nature. The greater the risk, the more the thrill. കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെല്ലാം ത്രില്ലാണ് അത്യാവശ്യം. അതാണ് ഓരോ എക്സ്പീരിയൻസ്, പുതിയ പുതിയ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ത്രിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനത്തെ എക്സ്പെഡീഷൻസ് സെലക്ട് ചെയ്യുന്നത് പോലും. The thrill of exploring unknown lands, discovering wealth and beauty lying hidden in far off land inspires brave hearts to stake their life of rest and repose. Perhaps they value one crowded hour of glory more long eventful life of sloth and inactivity. ഒരുപാട് നിശ്ചലമായിട്ടുള്ള ഒരു സാധാ രീതി, ഒരു റുട്ടീൻ ലൈഫിനെക്കാട്ടിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഇങ്ങനത്തെ റിസ്ക് എടുത്തിട്ട് ഇങ്ങനത്തെ എക്സ്പെഡീഷൻസിന് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് പോലും. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് സംടൈംസ് അഡ്വെഞ്ചറേഴ്സ് ആർ ക്വൈറ്റ് റിസ്കി ആൻഡ് പ്രൂവ് ഫാറ്റൽ. ദ ഫെയിലിയേഴ്സ് ഓഫ് സം പേഴ്സൺസ് ഡു നോട്ട് daunt or you can say discourage the real lovers of adventure. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിലപ്പം ഈ പറഞ്ഞ പോലെ മൗണ്ടൈനിയറിങ്ങിൽ പോയി മേളിൽ നിന്ന് താഴെ വീഴുന്നു, ഈ കൈയും കാലും ഓടിയുന്നു, ചിലർ മരിച്ചു പോവുകയും ചെയ്യുന്നു എന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ പോലും ചിലർക്ക് അതെല്ലാം അറിഞ്ഞിട്ട് പോലും അവർ പിന്നെയും ആ റിസ്കുകൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ ആ ഫെയിലിയേഴ്സും കൊണ്ട് മാത്രം അവർ ഡിസ്കറേജ് ആവുന്നില്ല എന്നാണ് അർത്ഥം. They draw lessons from the shortcoming and errors of others and make fresh attempts with greater zeal. അവർ ചെയ്ത് മറ്റുള്ളവർ ചെയ്ത് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയ എറേഴ്സ് മിസ്റ്റേക്സ് ഒക്കെ അവർ കറക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന എക്സ്പെഡീഷൻസിലൊക്കെ പോകാൻ തയ്യാറാവുന്നത്. ഹിസ്റ്ററി ബുക്സ് ആർ റിപ്ലീറ്റ് with accounts of famous explorers like Columbus, Vasco da Gama, Captain Cook and Captain Scott. അങ്ങനെ കുറേ എക്സ്പെഡീഷൻസിലും അഡ്വഞ്ചറൈസുള്ള ആൾക്കാരുടെ പേരുകൾ നമ്മുടെ ഹിസ്റ്ററിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ പേര് നമ്മളാരും ഓർത്തിരിക്കത്തില്ലായിരുന്നു. അടുത്ത പാട്ട് വരുന്നത് തിങ്കിങ് അബൌട്ട് ലാംഗ്വേജ്. അത് വളരെ ഈസി ആയിട്ടുള്ള പാട്ടാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അതായത് വി ഹാവ് കം അക്രോസ് വേർഡ്സ് ലൈക്ക് ഗെയിൽ ആൻഡ് സ്റ്റോം in the account.
ഹിയർ സം ഓഫ് ദ വേർഡ്സ് ഓഫ് സ്റ്റോം, ടൈഫൂൺ, സൈക്ലോൺ, അങ്ങനെ കുറേ ഇപ്പം ഒരുപാട് ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ പേരുകളായിരിക്കും ഓരോരുത്തരുടെ. ഈ സുനാമി, അങ്ങനെ ഓരോരോ പുതിയ പുതിയ പേരുകളാണ് സത്യം പറഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ചിലയിടത്തെ കാറ്റടിക്കുമ്പോൾ അങ്ങനെ ഓരോ തരത്തും പേരുകളുണ്ട്. ഹൗ മെനി വേർഡ്സ് ഡസ് യോർ ലാംഗ്വേജ് ഹാവ് ഫോർ സ്റ്റോംസ്? ഇപ്പം നമ്മുടെ നാട്ടിൽ മലയാളത്തിൻ്റെ അകത്ത് എത്ര സ്റ്റോംസിനെ പറ്റി ഏതെല്ലാം രീതിയിലുള്ള പേരുകളാണെന്നുള്ള അത് ലിസ്റ്റപ്പ് ചെയ്യാനാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ സെക്കൻഡിലാണ് ഹിയർ ആർ ദ നെയിംസ് ഓഫ് ഡിഫറെൻറ്റ് വെസൽസ് ദാറ്റ് ആർ യൂസ്ഡ് ടു ട്രാവൽ ഓൺ വാട്ടർ. ബോട്ട്, യാഷ്, കനോയ് ഷിപ്പ്, സ്റ്റീമർ, പിന്നെ ഷൂണർ. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ എന്തുവാന്ന് നൗക, അങ്ങനെ ഓരോ ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ പോകുന്ന ഓരോ എന്തോന്ന് ഷിപ്പിനെയൊക്കെ നമ്മൾ ഏതൊക്കെ രീതിയിലായിരിക്കും പേരിടുന്നതെന്ന് വെച്ചാൽ അതൊക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ആ പേരുകൾ ആണ് അവിടെ ലിസ്റ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 3 ഈസ് catamaran is a kind of boat. Do you know which language is this word derived from? Check the dictionary. അപ്പോൾ ഡിക്ഷണറിക്കകത്ത് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയത് catamaran is derived from Tamil, which means tied wood. ടൈഡ് വുഡ് കെട്ടിയത് ഈ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ വള്ളം ഇല്ലാത്ത സമയത്തൊക്കെ ചങ്ങാടം പോലെ കെട്ടത്തില്ലായിരുന്നോ? അത് പേരൻസിനോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. ആ ഒരു അതിനാണ് കാറ്റമാരൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ യാഷ് ഓർ ദി അതർ ബോട്ട് വിത്ത് ട്വിൻ hulls in parallel, and the dictionary defines that it's a fast sailing boat with 2 hulls. അങ്ങനെ 2 ഹൾസ് വെച്ചിട്ടുള്ള വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതാണ്. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾക്ക് മേളിൽ കൂടി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇച്ചിരി അതിൻ്റെ സ്പീഡ് കൂടിയെന്ന് വരയ്ക്കും. Question is, have you heard about boatmen's song? What kind of emotions do these songs usually express? ഈ ബോട്ട്മെൻ ഈ ആലപ്പുഴ സൈഡ് അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അരികിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ബോട്ടിലൊക്കെ പണ്ട് ഓരോരുത്തർത്തൊക്കെ കൊണ്ടുവിടുമ്പോൾ ഈ ബോട്ടിലെ ആൾക്കാർ വളരെ നല്ലതായിട്ട് പാട്ട് പാടുകയൊക്കെ ചെയ്യും. അവരുടെ എന്ത് തരം ഇമോഷൻസ് ആയിരിക്കും ആ പാട്ടിൽ കൂടെ എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ പറയണം. ഇനി വർക്കിംഗ് വിത്ത് വേർഡ്സ് ആണ് അടുത്തത്. അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ അകത്ത് കുറേ വേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ദ ഫോളോയിങ് വേർഡ്സ് യൂസ്ഡ് ഇൻ ദ ടെക്സ്റ്റ് ആസ് ഷിപ്പ് terminology are also commonly used in another sense. In what context would you use the other meaning? Knot, stern, boom, hatch, anchor. The answer is for knot, in string or rope, a joint made by tying together 2 pieces or ends of string, rope, etc. To tie a knot, ഒരു കെട്ട് കെട്ടുക എന്നുള്ള to tie a knot എന്ന് പറയാൻ പറ്റും. Of hair, a way of twisting hair into a small round shape. അപ്പം അങ്ങനെ വേണേലും she had her hair in a loose knot അങ്ങനെ പറയാൻ പറ്റും. പിന്നെ ഇൻ വുഡ് ഇപ്പം തടിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഹാർഡ് റൗണ്ട് സ്പോട്ട് in a piece of wood where there was once a branch, അതിനും നോട്ട് എന്ന് പറയും. അതായത് ഒരു റൗണ്ട് ഷേപ്പിലൊരു സ്ഥലം, അവിടെ ഒരു വുഡ് ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളയോ എല്ലാം ചെയ്തിട്ട് ആ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു, ആ വെട്ടിക്കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഹോളോ സ്പേസ് പോലെ കാണും, അതിനും ഒരു നോട്ടെന്ന് പറയും. Group of people, a small group of people standing close together, little knots of students had gathered at the gate എന്ന് ഫോർ എക്സാമ്പിൾ നമ്മൾ അങ്ങനെയും പറയും. ഇപ്പം മസിൽസ് വെച്ചിട്ട് പറയുവാണെങ്കിൽ a tight hard feeling in the stomach, throat, etc. caused by nerves, anger, etc. ഇനി നെക്സ്റ്റ് വന്നിട്ട് stern ആണ്. I could feel the knot of fear in my throat, serious and often disapproving, expecting somebody to obey. His voice is stern.
അല്ലെ ബി സീരിയസ് ആൻഡ് ഡിഫിക്കൾട്ട്, വി ഫേസ് ദ സ്റ്റേൺ പൊസിഷൻ. വളരെ സ്റ്റേണായിട്ട് നിന്നു, എല്ലാ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ്റെ അകത്തെന്നുള്ളത് അങ്ങനെയും പറയാം. പിന്നെ നെക്സ്റ്റ് തേർഡ് വൺ ഈസ് ബൂം. ഇൻ ബിസിനസ് ഓർ അക്കാഡമി റിലേറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ സഡൻ ഇൻക്രീസ് ഇൻ ട്രേഡ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി, എ പീരിയഡ് ഓഫ് വെൽത്ത് ആൻഡ് സക്സസ്. അങ്ങനെ വരുമ്പം എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഭയങ്കര ബൂമായിട്ട്, എ ബൂം ഇൻ മൊബൈൽ ഫോൺ സെയിൽസ്, ദർ ഈസ് എ ബൂം ഇൻ മൊബൈൽ ഫോൺ. വളരെ സഡനായിട്ടുള്ള ഇൻക്രീസ് വരുവാണെങ്കിൽ അതിന് ബൂം എന്ന് പറയും. അത് ബിസിനസ്സോ എക്കണോമി റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ പോപ്പുലർ പീരീഡിൽ എന്തെങ്കിലും ആ ഒരു വേർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ പീരീഡ് വെൻ സംതിങ് സച്ച് as a sport type of suddenly becomes very popular. The only way to satisfy the cricket boom was to provide more playgrounds. അതാണ് അതിൻ്റെ എക്സാമ്പിൾ. പിന്നെ ബൂമിൻ്റെ ഒരു സൗണ്ടിനെ വിചാരിച്ച് നമ്മളിപ്പം ബൂം എന്നുള്ള വേർഡ് യൂസ് ചെയ്യുവാണെങ്കിൽ എ ലൗഡ് ഡീപ്പ് സൗണ്ട്, ഫോർ എക്സാമ്പിൾ ദ ഡിസ്റ്റൻറ്റ് ബൂം ഓഫ് ദ ഗൺസ്, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വേർഡ്സ് എല്ലാം ഡിക്ഷണറിക്കകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ എല്ലാം പല മീനിങ്സ് ആയിട്ട് ഈസി ആയിട്ട് അവിടുന്ന് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മൾ ബൂം സൗണ്ട് മൈക്രോഫോണിൻ്റെ അകത്ത് യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് എക്സാമ്പിൾ ഫോർ മൈക്രോഫോൺ, ലോങ് പോൾ ദാറ്റ് ക്യാരീസ് എ ഫോൺ, അതിനും ബൂം എന്നാണ് പറയുന്നത്. പിന്നെ ഹാഷ്, ഫോർത്ത് വൺ ഇസ് ഹാഷ്, ആൻഡ് ഓപ്പണിംഗ് in a wall between two rooms, especially a kitchen and a dining room, through which food can be processed, serving hatch എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കിച്ചണും ഡൈനിങ് ഹാളിൻ്റെ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു എന്താ പറയുക ഫുഡൊക്കെ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതിന് ഹാച്ച് എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ പറയുന്നത് ഡോർ ഇൻ ദി എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റിലോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിലോ ഒരു ഡോറിനും അതിനും ഹാഷ് എന്നാണ് പറയുന്നത്. ആൻഡ് എസ്കേപ്പ് ഹാഷ് ഈസ് എൻ ഓപ്പണിംഗ് ഓർ എ ഡോർ ഇൻ ദ ഫ്ലോർ ഓർ സീലിംഗ്. ഹാച്ച് ടു ആറ്റിക്, അല്ലെങ്കിൽ ടു മേക്ക് യങ് ബേർഡ്, ഹാച്ച് ചെയ്യുക, മുട്ട വിരിയുക എന്ന് പറയുന്നതിനും ഹാച്ച് എന്നുള്ള വേർഡ് പറയും. come out of an egg, when the bird or an insect or a fish comes out of an egg, it's also called, the process is called hatching. പിന്നെ പറയുകയാണെങ്കിൽ ടു ക്രിയേറ്റ് എ പ്ലാൻ ഓർ ഐഡിയ, ഒരു ഐഡിയയോ ഒരു പ്ലാനോ വല്ലതും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും അതിനും ആ ഒരു രീതിയിൽ വേർഡ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഈസ് ആങ്കർ, ടു ഫിക്സ് സംതിങ് ഫേംലി ഇൻ എ പൊസിഷൻ so that it doesn't move. Make sure the apparatus is securely anchored. അപ്പം അതിൻ്റെ ഫേമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ അവിടുന്ന് മാറാൻ പറ്റാത്ത രീതിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതിന് ആങ്കർ എന്നുള്ള വേർഡ് പറയുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ടു ഫേംലി ബേസ് സംതിങ് ഓൺ സംതിങ് എൽസ്. ഇപ്പം ഏതെങ്കിലും ഒരു നോവലിൻ്റെ അകത്ത് ആരെങ്കിലും ഒന്ന് പഴയ ക്യാരക്ടേഴ്സിനെ വെച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ആങ്കർ ചെയ്തു എന്ന് പറയും അല്ലേ. അതുപോലെ തന്നെ ദ പേഴ്സൺ ഹൂ ഇൻട്രൊഡ്യൂസ്, നമുക്ക് ടി വിയിലൊക്കെ ആങ്കറിങ്ങിന് ആൾക്കാരെ ഉണ്ടല്ലോ, കാണാമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആങ്കറിങ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു ജോബ്. ഓക്കെ, അങ്ങനെ സർട്ടൺ വേർഡ്സിന് പല പല മീനിങ്സും ഉണ്ട്. അത് ഡിക്ഷണറിക്കകത്ത് നോക്കുകയാണെങ്കിൽ കുറേയേറെ മീനിങ്സ് ചില വേർഡ്സിൻ്റെ കിട്ടും. ഈ സെക്ഷനിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ദ ഫോളോയിങ് 3 compound വേർഡ്സ് എൻഡ് ഇൻ ഷിപ്പ്. 3 വേർഡിൻ്റെ നമ്മൾ ഇപ്പം ഷിപ്പിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സാണ്. വാട്ട് ഡസ് ഈച്ച് ഓഫ് ദ മീൻ? അത് വളരെ സിമ്പിളാണ്. എയർഷിപ്പാണ്, ഫ്ലാഗ് ഷിപ്പാണ്, ലൈറ്റ് ഷിപ്പാണ്. An airship, a large aircraft without wings filled with gas which is lighter than air and driven by engines. അതാണ് എയർഷിപ്പ് എന്ന് പറയുന്നത്. എയർഷിപ്പ് ലാർജ് എയർക്രാഫ്റ്റാണ്, പക്ഷെ അതിന് വിങ്സ് ഇല്ല. ഫ്ലാഗ് ഷിപ്പ്, ദ മെയിൻ ഷിപ്പ് ഇൻ എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് ഇൻ ദ നേവി. ഫ്ലാഗ് ഷിപ്പ് അതാണ്. The most important product, service, building, etc. That an organization owns to produce. The company is
opening a new flagship store in a certain place. Any name you can put on that there. Okay, third one is lightship. Lightship എന്ന് പറഞ്ഞാൽ എന്താ? Small ship that stays at a particular place at the sea that has the power light on to warn or to guide the other ships. മറ്റുള്ള ഷിപ്പുകൾക്കെല്ലാം ഒന്ന് ഗൈഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഷിപ്പ് സമുദ്രത്തിൽ എവിടെയെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിലത് സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ മീനിങ് ഈ പറഞ്ഞ പോലെ തന്നെ ഡിക്ഷണറിക്കകത്ത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിക്കകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. Okay students, with this we come to the end of the chapter. Questions എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, എൻ്റെ ആൻസേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.